MCRസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലോനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം. എം 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 MSF നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഓഡിയൻസ് വ്യത്യസ്ത കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും ചെറിയ രൂപത്തിൽ ആ കോഴ്സിന്റെ സാധ്യതകളെ കുറിച്ച് ഒപ്പം തന്നെ ജാമ്യയിൽ അതേപോലെ സമാന്തരമായിട്ട് നമുക്ക് എവിടെയൊക്കെ പഠിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ടുള്ള സ്കോപ്പ് എന്നൊക്കെയുള്ള ചെറിയ വിഷയത്തിലൊരു കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ആ, നമ്മുടെ ഓഡിയൻസ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അദ്നാൻ അബൂബക്കർ. ഞാൻ കോഴിക്കോട് നിന്നാണ്, നാട്ടില്. ഡൽഹിയിൽ ജാമ്യ മിലിയയിൽ LLB ചെയ്യാണ്. ഫോർത്ത് ഇയർ ആണ് ഇത്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. BA LLB എന്ന കോഴ്സാണ്. അതിൽ ഫോർത്ത് ഇയറിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ LLBയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് 4 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് വളരെ സാധ്യതയുള്ള നല്ലൊരു കോഴ്സാണ് LLB. പൊതുവേ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളിൽ അത്ര ഒരു ഹൈപ്പ് കിട്ടാത്തൊരു കോഴ്സായിട്ടാണ് എനിക്ക് LLB തോന്നിയിട്ടുള്ളത്. പക്ഷെ LLB ഇസ് വർത്ത് ഡൂയിങ്. കാരണം അത്രയേറെ ഒരു ഒരു അത്ര എന്താ പറയാ, വ്യത്യസ്തമായ വിശാലമായ സ്പേസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ് LLB. ഒരു പ്രത്യേക സ്പെസിഫിക് സ്ഥാനത്തിലേക്ക് നിൽക്കാതെ നിങ്ങൾ ടാക്സ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ പ്രോപ്പർട്ടി ലോ പഠിക്കുന്നുണ്ട്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്, സിവിൽ ക്രിമിനൽ ലിറ്റിഗേഷൻ വേറെ സൈഡ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ കോർപ്പറേറ്റ് സെക്ടറിൽ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ഒരു പ്രൊഫഷണലി ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കും അല്ലാതെ ലോ ഒരു അറിവ് എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാർക്ക്, ഇനി ജുഡീഷ്യറി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, ട്രഡീഷണൽ ലിറ്റിഗേഷൻ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ സ്കോപ്പ് ഉള്ളവർക്കുള്ള ഒരു അവസരമുള്ള ഒരു വൈഡ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് LLB. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അത്ര ഹൈപ്പ് വരാത്തത് എന്നുള്ളതിന്റെ എൻ്റെ ഒരു മനസ്സിലാക്കല്, നമ്മൾ ശരിയായ ക്യാമ്പസിന് ശരിയായ അറ്റ്മോസ്ഫിയറിൽ അത് ചെയ്യാന്നുള്ളതും കുറച്ചുകൂടെ പ്രധാനമാണ്. അപ്പം അങ്ങനെയൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഈ ലോയില് ഒരു അഭിരുചിയുള്ള ആൾക്കാർക്ക്, ഒരു ആപ്റ്റിറ്റ്യൂഡ്നെസ് ഉള്ള ആൾക്കാർക്ക് ഞാൻ വളരെ സിൻസിയർ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് LLB ലോ. LLB എപ്പോഴും ഒരു മൾട്ടി ഡിഗ്രി കോഴ്സാണ്. അതായത് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് LLB എടുക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഒരു 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 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയർ LLB ചെയ്യാം. അല്ലെങ്കിൽ ആ, ഒരു ഡിഗ്രിയുടെ കൂടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് BA LLB, BB LLB, BCom LLB ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മള് ഏഹ്, ഉം, LLBന്റെ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തുടങ്ങി, ഇനിയിപ്പം നമ്മള് രാഷ്ട്രീയം അനലൈസ് ചെയ്യുന്നവരെ തുടങ്ങി, ജേർണലിസ്റ്റിനെ തുടങ്ങി, ടാക്സിൽ തുടങ്ങി, ഇങ്ങനെ കോർപ്പറേറ്റിൽ വന്ന് ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പല പല ഓപ്ഷൻസ് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ. ഇപ്പം ട്രഡീഷണൽ ലിറ്റിഗേഷൻ അല്ലാതെ ഇപ്പം സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന പല ഏരിയകളും പുതുതായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആർബിട്രേഷൻ എന്ന് പറയുന്നത് ലോയിൽ ഒരു വളരുന്ന ഫീൽഡാണ്. അതേപോലെ നെഗോസിയേഷൻ, ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ, ഇതൊക്കെ ഇപ്പം നമ്മൾ രണ്ട് കമ്പനികൾ പരസ്പരം ഒരു ഒരു ധാരണയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ കോൺട്രാക്റ്റിലുള്ള ഒരു ക്ലോസ് തന്നെയാണ് നമുക്ക് പുതുതായിട്ട് ആർബിട്രേഷൻ ഒക്കെ. അതായത് നമ്മൾ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്ന വിഷയത്തിൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോവില്ല, നമ്മൾ ആർബിട്രേഷന് വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആർബിട്രേറ്റ് ആയിട്ട് പോവാം. ഇനി ആർബിട്രേഷൻ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആർബിട്രേറ്റ് ചെയ്യുന്ന ലോയർ ആയിട്ട് പോവാം. ഇങ്ങനെ എല്ലാ പ്രൈവറ്റ് കമ്പനീസും ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ ഒക്കെ തന്നെ നമ്മുടെ ലോന്റെ ചാൻസ് ആണ് കൂടിക്കൂടി വരുന്നത്. ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. ഈ ആമസോൺ കഴിഞ്ഞ വർഷത്തിൽ അവര് ഇന്ത്യയിലെ ലീഗൽ ഇതിനു വേണ്ടി ചെലവാക്കിയത് 900 സംതിങ് കോടി രൂപയാണ് ചെലവാക്കിയത്. നമുക്കറിയാം നമ്മുടെ കോടതിയിലെ ഫീസൊക്കെ എത്ര ചെറുതാണ്. അപ്പം പൈസ മൊത്തം കൊണ്ടുപോയത് ലോയേഴ്സ് ആണ്. ബേസിക്കലി സ്കോപ്പ് ഉള്ള ഏരിയ ആണ് LLB എന്ന് മനസ്സിലാക്കുക. പിന്നെ യെസ്, സോ LLB ഇസ് വർത്ത് ഡൂയിങ്. LLBയിലേക്ക് എങ്ങനെ എത്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 5 ഇയർ പ്രോഗ്രാം എടുക്കാം. ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് അവിടെ ഉണ്ടാവുക. ഇനി 3 ഇയർ LLB എടുക്കാം. ആഹ് പല കോമ്പിനേഷൻസ് ഉണ്ട് 5 ഇയർ പ്രോഗ്രാമിൽ. +2 കഴിഞ്ഞിട്ട് വെച്ച് തരുന്നവർക്ക് ഇപ്പം BLLB, BB LLB, BCom LLB, ഇങ്ങനെ പല പല കോമ്പിനേഷൻസും ഉണ്ട്. എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു BCom ഡിഗ്രി ഉണ്ടാവും നിങ്ങൾക്ക്, ഹോണേഴ്സ് ആയിരിക്കും. കൂടെ തന്നെ ഇതും ഉണ്ടാവും, നിങ്ങൾക്ക് LLB ഡിഗ്രിയും കൂടെ കിട്ടും. ഇതാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം വന്ന സമയത്ത് 5 വർഷം എന്നുള്ളതാണ് ഉണ്ടാവുക. ഇനി മുൻപത്തെ സിസ്റ്റം അനുസരിച്ച് ഇന്റഗ്രേറ്റഡ് അല്ല, നിങ്ങൾ ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിൽ 3+3 6 വർഷമാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം, ഇപ്പം കോഴ്സുകൾ 3 വർഷം കൊണ്ട് തീർക്കാൻ പറ്റും, 4 വർഷം കൊണ്ട് തീർക്കാൻ പറ്റും, പുതിയ NEP പ്രകാരം ഡിഗ്രി. അപ്പം +3 വർഷം കൂടെ ഡിഗ്രിയും കൂടെ വരും. അപ്പം ഇതാണ് കോഴ്സിന്റെ ഒരു വർഷത്തിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്.
നമ്മളെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതുകൂടെ ജസ്റ്റ് ജാമ്യന്റെ ഓറിയന്റേഷൻ ആണ് നാട്ടിലതൂടെ പറയുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ എക്സാംസും ഏകദേശം എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ചെറുതായിട്ട് നാട്ടിലത് പറയുന്നത്. നാട്ടില് പ്രധാനപ്പെട്ട 4 ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ആൻഡ് എറണാകുളം. ഈ 4 ലോ കോളേജിലേക്കും ക്ലീ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ടെസ്റ്റ് ചെയ്തിട്ടാണ് എക്സാംസ് ഉണ്ടാവുക. സിലബസ് ഞാൻ പറയാം. അതേപോലെ നാട്ടിലെ പ്രൈവറ്റ് ലോ കോളേജ്, സെൽഫ് ഫൈനാൻസ് വളരെ നല്ല കോളേജുകൾ നാട്ടിലുണ്ട് ഇപ്പം. KMCT, അതേപോലെ MCT, അതേപോലെ മർക്കസ്, ഇങ്ങനെ പല ക്യാമ്പസുകളും ഉണ്ട്. അപ്പൊ ഇത്തരം കോളേജുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ എക്സാം തന്നെ, ക്ലീ എക്സാമിന്റെ തന്നെ റാങ്കിലൂടെയാണ് ഇത്തരം കോളേജുകളിലേക്ക് ഉണ്ടാവുക. ചെറിയ ചെറിയ ഫീസാണ് LLBക്ക് പല കോളേജുകളിലും ഉണ്ടാവുക. യെസ്. അതോടൊപ്പം തന്നെ പല പല യൂണിവേഴ്സിറ്റീസും ഒറ്റയ്ക്ക് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി അവരുടേതായ ഒരു കോഴ്സ്, അല്ല MG അല്ല, ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ലോ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. കുസാറ്റിന് വേണ്ടി മാത്രം ലോ എക്സാം നടത്തുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തുള്ള ലോ അക്കാദമി അവർക്കായിട്ടൊരു എക്സാം നടത്തുന്നുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്സാം എഴുതാൻ പറ്റും. ഇപ്പൊ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ 6 എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ക്ലീ, കേരള ലോ അക്കാദമിൻ്റെത്, കുസാറ്റിൻ്റെത്, ഇങ്ങനെ എല്ലാം എഴുതാം. പിന്നെ ഓരോരോ സമയത്ത് വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആകും. ഒരുപാട് ലോ എക്സാംസ് എഴുതുന്ന സമയത്ത് നാഷണൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു എക്സാം ക്ലാറ്റ് ആണ്, കോമൺ ലോ എൻട്രൻസ് എക്സാമിനേഷൻ. ഈ ക്ലാറ്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി കോംപ്രഹെൻസീവായ പാരഗ്രാഫ് വായിച്ചിട്ട് കുറച്ചുകൂടി ഇംഗ്ലീഷിൽ നൈപുണ്യമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സുകളാണ് ക്ലാറ്റിൽ ഉണ്ടാവുക. കോഴ്സ് അപ്പൊ ക്ലാറ്റ് അഡ്മിഷൻ കൊടുക്കുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിനാണ്. ഇത് ഹോൾ ടുഗദർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഫറെന്റ് ആയ കാറ്റഗറിയാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇതിന്റെ അണ്ടറിലാണ് വരും. ഇപ്പൊ ഉദാഹരണത്തിന് NIRFന്റെ റാങ്കിങ്ങിൽ ഫസ്റ്റ് വരുന്ന ക്യാമ്പസ് ഓൾ ലോ കോളേജ്, ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പൊ ജാമ്യ പോലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ക്ലീ എക്സാമിന്റെ അണ്ടറിലുള്ള കോഴ്സുകൾ, ക്ലാറ്റിലുള്ള എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഓൾ ടുഗദർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിൽ വരിക ഈ ക്ലാറ്റിന്റെ അടിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ക്ലാറ്റിന്റെ അടിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ്, സോറി. ഐ എം സോറി. അപ്പം ഈ ക്ലാറ്റിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് 150 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ എഴുതിയ സമയത്ത്. സിമിലർ ടു അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പം ഇംഗ്ലീഷ് കുറച്ചുകൂടി നൈപുണ്യമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി സുഖമായിട്ട് എഴുതാൻ പറ്റും. കോംപ്രഹെൻസീവായ പാരഗ്രാഫ്സ് വായിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യുന്ന സിസ്റ്റമാണ് ക്ലാറ്റിൽ ഉണ്ടാവുക. ഈ ക്ലാറ്റ് മുഖേന അഡ്മിഷൻ കിട്ടുന്നത് ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കാണ്. ഇപ്പം ബാംഗ്ലൂർ ഉള്ള ക്യാമ്പസ് ആണ്. ഞാൻ NIRFന്റെ വിഷയം പറയായിരുന്നു. NIRF റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ളത് ബാംഗ്ലൂർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവിടേക്കുള്ള അഡ്മിഷൻ ക്ലാറ്റ് വഴിയാണ്. ഇങ്ങനെ ഒരുപാട് NLUs ഉണ്ട്. NLUസിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല പ്ലേസ്മെന്റും ഏറ്റവും സൗകര്യങ്ങളൊക്കെ NLUസിലാണ് ഉണ്ടാവുക. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫീസ് അധികം ഉണ്ടാവും. ഇപ്പം 2,90,000 അടുത്ത് ഒരു വർഷം ഫീസ് ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവും. അൺലൈക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വിച്ച് ഇസ് എക്സ്ക്ലൂസീവ്ലി റൺ ബൈ ഗവൺമെന്റ്. മറ്റതും ഗവൺമെന്റിന്റെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടാവുക. അപ്പം ക്ലാറ്റിന്റെ അടിയിൽ നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒറ്റ ക്യാമ്പസ് ആണ്, ഒറ്റ NLU ആണ് ഉള്ളത്, കൊച്ചിയിലുള്ള ന്യൂആൽസ്. കൊച്ചിയിലുള്ള ന്യൂആൽസിലും സംവാട്ട് സിമിലർ അങ്ങനത്തെ ഒരു ഇതിനോട് അടുത്തുള്ള ഒരു എമൗണ്ട് അവർ ഫീസ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വളരെ മികച്ച ക്യാമ്പസുകളാണ് ക്ലാറ്റിനുള്ളത്. നിങ്ങൾ എക്സാംസ് നോട്ട് ചെയ്യുന്നവർ ആ എക്സാം നോട്ട് ചെയ്യുന്നുണ്ടാവല്ലോ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ CUET-യിലൂടെയാണ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ജാമ്യ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം ആണ് നടത്തുന്നത്. ജാമ്യ സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തുന്ന ജാമ്യ തന്നെ, ജാമ്യന്റെ ലോ എൻട്രൻസ് എക്സാമിനേഷൻ മൊത്തം ഡിഗ്രികളുടെ കൂട്ടത്തിൽ ഒരു എക്സാം ആയിട്ട് അവർ നടത്തുകയാണ് ചെയ്യുക. അതിന്റെ സിലബസ് ഞാനൊന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ അഡ്മിഷൻസ് ഉള്ളത്. ഇതേപോലെ ഇപ്പം ഓരോരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പം AMU അവർ എക്സാം, ജാമ്യന്റെ എക്സാം നടത്തുന്നുണ്ട്. ഇതേപോലെ ഇപ്പം അംബേദ്കർ യൂണിവേഴ്സിറ്റി CUET-ന്റെ അണ്ടറിലേക്ക് ഈ വർഷം മാറിയില്ലെന്ന് അറിയില്ല. ഇതുവരെ അവർ ഒറ്റക്കായിരുന്നു. അല്ലാതെ അങ്ങനെ എക്സാംസ് ഇങ്ങനെ നടത്തും. ഇതാണ് അവരുടെ ഒരു സിസ്റ്റം. എക്സാം ഡേറ്റ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് എക്സാം നടക്കുന്ന ഡേറ്റ് 25-ാം തീയതി 5-ാമത്തെ മാസം ആണ് എക്സാം നടക്കുന്നത്. മൾട്ടി സിറ്റി എക്സാം ആണ് LLBക്ക്. സോ ഇറ്റ്സ് എ ബെനിഫിറ്റ് ഫോർ ഓൾ ഓഫ് യു പീപ്പിൾ. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കോഴിക്കോട് ഒരു സെന്റർ വരും. കോഴിക്കോടിൽ നിന്ന് എഴുതാൻ പറ്റുന്നതാണ്. ഡൽഹിയിൽ വന്ന് എഴുതേണ്ടവർക്ക് അങ്ങനെയും എഴുതാം. നാട്ടിൽ നിന്നും എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പം LLMന്റെ ഒരു ഡേറ്റ് നാട്ടിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എക്സാമിനോട് ഒരേ ദിവസം വന്നു എന്നുള്ളൊരു ഇഷ്യൂ കേട്ടിരുന്നു. അപ്പം നാട്ടിലാണെങ്കിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പം അങ്ങനെ
മറ്റു പല എൻട്രൻസ് എക്സാംസ് നടക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകുന്ന ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ വരുന്നത് നല്ലൊരു ഉപകാരമുള്ള കാര്യമായിരിക്കും. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ജാമ്യയിലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാമ്യയിൽ 60 സീറ്റ് റെഗുലർ ബാച്ചിലും 60 സീറ്റ് SF ബാച്ചിലുമാണ് ഉള്ളത്, ഈ LLBക്ക് വേണ്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ 60 എന്നുള്ളത് വെച്ചാൽ ഫസ്റ്റിൽ 60 പേർക്ക് റെഗുലറിൽ ഇവരെ റിസർവ്ഡ് കാറ്റഗറി ഒക്കെ പരിഗണിച്ചുകൊണ്ട് 50% മൈനോറിറ്റി റിസർവേഷൻ ഉണ്ടാവും. പിന്നത്തെ 60 വരുന്നത് SF ബാച്ചിലേക്കും പോകും. ഇങ്ങനെയാണ് ഇവര് റിസർവേഷൻ സിസ്റ്റം, അല്ല സോറി, സീറ്റ് ഈ ക്ലാസ് സിസ്റ്റം ഉള്ളത്. ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഈ റെഗുലറും SF തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ സെയിം ടീച്ചർ, സെയിം എക്സാം, സെയിം സർട്ടിഫിക്കറ്റ്, അതിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആകെയുള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ക്ലാസ് ടൈമിംഗിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. റെഗുലർ ബാച്ചിന് മോർണിംഗിൽ 9:30 മുതൽ ക്ലാസ് തുടങ്ങിയിട്ട് ഉച്ചക്ക് ഒരു 1:40 സംതിങ് 1:45 വരെയായിട്ടാണ് ക്ലാസ് വരുന്നത്. SF ഇതേപോലെ 2 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 6 മണി വരെയാണ്, വൈകുന്നേരമാണ് ക്ലാസ് ഉണ്ടാവുക. അതിൽ പല ക്ലാസ്സും കമ്പൈൻഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് റെഗുലർ ബാച്ചിലാക്ക് SF ഒരു ക്ലാസ് ഉണ്ടാവും, SF റെഗുലർ ഒരു ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. സോ ബേസിക്കലി ക്വാളിറ്റിയിലോ മറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു കോംപ്രമൈസും ഈ രണ്ട് ബാച്ചും തമ്മിലില്ല. വ്യത്യാസം രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ക്ലാസ് ടൈമും പിന്നെ ഓഫ് കോഴ്സ് പൈസയിലാണ്. ഞങ്ങള് ഇപ്പം റെഗുലർ ബാച്ചിന്റെ ഇപ്പത്തെ ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക്, ഈ ജാമ്യന്റെ ഫീസ് സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ LLBയിൽ എനിക്ക് പറയാൻ പറ്റും, ഇൻക്ലൂഡിങ് എല്ലാമാണ്. എല്ലാം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ എക്സാം ഫീ അല്ലെങ്കിൽ ലൈബ്രറി ഫീ, സ്പോർട്ട് ഫീ, മെഡിക്കൽ ഫീ, ഇങ്ങനെ പല പല ഫീസുകളില്ല. നിങ്ങൾ എല്ലാത്തിനും കൂടെ ഒറ്റ ഫീസാണ് കൊടുക്കുന്നത്. അത് വരുന്നത് ജാമ്യൻ്റെത് ഫസ്റ്റിലെ 60 പേർക്ക് റെഗുലർ ബാച്ചിൽ അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടിക്ക് വരുന്നത് 17,650 രൂപ ആണ് ഒരു വർഷത്തേക്ക് വരുന്നത്. SF ബാച്ചിന് 56 രൂപ സംതിങ് ആണ് ഒരു വർഷത്തേക്ക് മൊത്തം പൈസ വരിക. സോ ഞാൻ മെഡിക്കൽ എന്ന് പറയുന്നത് ജാമ്യക്ക് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ചികിത്സ ഉണ്ട്. അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതേപോലെ ജാമ്യക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഈ ദന്തൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് പരിപാടി ഉണ്ട്. ദന്തൽ കോളേജ് ഉണ്ട്. നിങ്ങൾക്ക് ദന്തൽ കോളേജ് നിങ്ങൾ ID കാർഡ് വെച്ച് ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സ്പേസിൽ പഠിക്കുന്നതുകൊണ്ടുള്ള കുറെ ഉപകാരങ്ങളുണ്ട്. ഇപ്പം അതല്ലാതെ തന്നെ ഇപ്പം മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടി ഡിസിപ്ലിനറീസ്, ഇപ്പം MCRC പഠിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നവരുണ്ട്, ആർട്സ് പഠിക്കുന്നവരുണ്ട്, ഇങ്ങനെ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ നിങ്ങൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പം ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ലോ സ്കൂൾ പഠിക്കുമ്പോൾ അവിടേക്ക് മാത്രം ചുരുങ്ങി പോകാന്നുള്ള ഒരു പരിപാടിയില്ല. എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും നിങ്ങളുടെ ചുറ്റുമുണ്ട്. സോ അത് അങ്ങനെ. പിന്നെ യൂണിവേഴ്സിറ്റിന് കോമൺ സൗകര്യം, ഇപ്പൊ ലോന്റെ കാര്യങ്ങൾ, ലോന്റെ ലൈബ്രറി എല്ലാത്തിനും പുറമെ യൂണിവേഴ്സിറ്റിക്ക് ഏഷ്യയിലെ തന്നെ അങ്ങനെ ഒരു റെക്കോർഡൊക്കെ ഉള്ള വലിയ ലൈബ്രറി ഉണ്ട്. ഇതേപോലെ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട്, യൂണിവേഴ്സിറ്റി സൗകര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഒരു സ്പേസിൽ കിട്ടും. പിന്നെ ഇതേപോലെ ജാമ്യയുടെ മറ്റു ഓറിയന്റേഷനിൽ കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി സൗകര്യങ്ങൾ ഉണ്ടായി കിട്ടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഒന്നാമത്തത് മറ്റൊരു കാര്യം ഉള്ളത്, യെസ്, ഐ തിങ്ക് ഐ കവേർഡ് SF റെഗുലർ തിങ് ആൻഡ് ഓൾ ദ കോഴ്സസ്. ഇനി കവർ ചെയ്യാനുള്ള ഒരു സാധനം, ഞാൻ ജാമ്യന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാണുന്ന ഒരു കാര്യം, അത് ഡൽഹിയിലെ ഏറ്റവും ഹൃദയഭാഗത്താണ് ജാമ്യ ഉള്ളത്. ഒരു ലോയറിന് എപ്പോഴും ഏറ്റവും നല്ല പൊട്ടൻഷ്യാലിറ്റി വളരാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിലാണ്, ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട്. നമുക്ക് ഡൽഹി ഹൈക്കോർട്ട് ഉണ്ട്, അതേപോലെ ഇവിടെ സുപ്രീം കോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് ചെയ്യാൻ വളരെ സുഖമാണ്. ഇന്റേൺഷിപ്സിലൂടെയാണ് നമ്മൾ ജോലി കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ ഡൽഹിയിലാവുക എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ വളരെ ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വാർത്തകളൊക്കെ കാണുന്നുണ്ടാവും, മൈനോറിറ്റി സ്റ്റുഡൻസ് ഉണ്ടാകുന്ന ഇഷ്യൂസ്. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, മൈനോറിറ്റീസിനും കുറച്ചുകൂടെ സൗകര്യത്തിൽ സെക്യൂർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജാമ്യ. ഇപ്പൊ ഡൽഹിയിലാവുക എന്നുള്ളതിന് പല പല ഉപകാരങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യയിലെ വലിയ വലിയ ഫേംസിനൊക്കെ ഫസ്റ്റ് സെന്റർ ഡൽഹി ആയിരിക്കും. ഇപ്പം വേറെ എവിടെയെങ്കിലും സെന്റർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളവരാണെങ്കിൽ പോലും അതിന് ഡൽഹിയിൽ ഒരു 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 ഓഫീസ് ഉണ്ടാവും. ഡൽഹി അതിന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള സ്ഥലമായിരിക്കും. ഇന്റേൺഷിപ്സ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഡൽഹിയിലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് ഡൽഹിയിലുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാ സംസ്ഥാനത്തിന്റെയും സ്റ്റാൻഡിംഗ് കൗൺസിലർമാരും ഓഫീസും കാര്യങ്ങളും ഒക്കെ ഇവിടാണ്. ട്രഡീഷണൽ ലിറ്റിഗേഷനിലേക്ക് പോവാണെങ്കിൽ, ഇനിയിപ്പോ അതല്ല വലിയ കോർപ്പറേറ്റ് കേസുകളാണെങ്കിലും ഇവിടാണ്. ഇനിയിപ്പം ഒരു സെൻട്രൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല നിങ്ങളടുത്ത് വരുന്നതെന്ന് വെച്ചാൽ, എങ്കിൽ പോലും ഡൽഹിയിലെ ഹൈക്കോർട്ടിലാണ് പൊതുവെ ഏകദേശം ഇഷ്യൂസ് ഒക്കെ വരിക. അപ്പം ഡൽഹി ഹൈക്കോർട്ട് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ലോവർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ ഭാഷ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു 5 ഇയർ കോഴ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഭാഷയും കൂടെ പഠിക്കും. കാരണം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ജാമ്യയിൽ. പിന്നെ മലയാളികൾ കുറവാണ്. മലയാളികൾ കുറയാന്നുള്ളത് നല്ലൊരു ഫീച്ചറല്ല. പക്ഷെ നമുക്ക് ഭാഷാപരമായിട്ടൊക്കെ പഠിക്കാനൊക്കെ കുറച്ചുകൂടെ ഉപകാരമാണ്. ഇപ്പോൾ ഞങ്ങൾ ഫാക്കൽറ്റിയിൽ ടോട്ടൽ 700ഓളം സ്റ്റുഡൻസ്, 700 സംതിങ് സ്റ്റുഡൻസ് ഉള്ളത്. അതിൽ 700 സംതിങ് സ്റ്റുഡൻസിൽ ഞങ്ങൾ ടോട്ടൽ മലയാളികൾ
16, 14, 15 ആ ഗ്യാപ്പിൽ എവിടെയാണ് മലയാളികളുള്ളത്. സോ അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഷയും കൂടെ പഠിക്കാൻ സുഖമാണ്. ജാമ്യയുടെ പ്ലേസ്മെന്റ് അത്ര ഉഷാറല്ല. ജാമ്യന്റെ പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര ഉഷാറല്ല പ്ലേസ്മെന്റ്സ് അല്ലേ. ഇപ്രാവശ്യം വി സി ഒക്കെ ഇടപെട്ടിട്ട് അത് ഉഷാറാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പം ഫോർത്ത് ഇയർ ആരുടെ പ്ലേസ്മെന്റ് ബ്രോഷറൊക്കെ ഇപ്പൊ ഉണ്ടാക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർ നമ്മൾ അവരെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കോഴ്സിനെയും ഇതിന്റെ സ്കോപ്പിനെയും ഒന്ന് പരിചയപ്പെടുത്തി തരാന്നുള്ള നിലക്കാണ് സംസാരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴ്സിനെ അറിയാൻ വേണ്ടി ജനറൽ എല്ലാ കോഴ്സിലും പങ്കെടുക്കുന്ന ഓഡിയൻസ് ആണല്ലോ ഉള്ളത്. അപ്പം കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരുന്നു. പിന്നെ ഫാക്കൽറ്റി എന്ന് വെച്ചാൽ ഇപ്പം ഡൽഹിയിലെ വലിയ ലീഗൽ ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ട് ഉണ്ടാവുക. ഇപ്പം ഇവിടുത്തെ പാർലമെന്റിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുകളൊക്കെയാണ് ടീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. എല്ലാവരും അല്ല, കുറച്ച് ടീച്ചേഴ്സ് അങ്ങനെ ആയിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മള് ഉള്ള അതിന്റെ ന്യൂനമായിട്ടുള്ള എന്താ പറയാ ന്യൂനതകളും ഈ ക്യാമ്പസിലും ഉണ്ടാവും. പ്രാക്ടീസിങ് ലോയേഴ്സ് ആയിട്ടുള്ളവരാണ് പ്രൊസീജിയറൽ ലോസ് എടുക്കുക. അപ്പൊ അതൊക്കെ അവർ സ്ട്രിക്ട്ലി നോക്കും. ജാമ്യ കൃത്യമായി ഫോളോ ചെയ്യുന്നതിൽ നല്ലൊരു കാര്യം അതാണ്. ഇപ്പം CPC പോലത്തെ ചില സബ്ജക്ട്സ് ഉണ്ട് ലോ അല്ലെ, നമുക്ക് പ്രൊസീജിയറൽ ആസ്പെക്ട്സ് പഠിക്കണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ളവർ വേണം. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലൊക്കെ പൊതുവെ അഡ്വക്കേറ്റ്സിന് പണി ഇല്ലാതായി പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ക്യാമ്പസിൽ നമ്മൾ തിയറി പഠിക്കുന്നു. തിയറി പഠിക്കുന്നതിൽ ചിലപ്പം വീസ പറ്റുന്നു, അല്ലെങ്കിൽ തിയറി പഠിക്കുന്നതോടൊപ്പം നമുക്ക് പ്രാക്ടിക്കൽ അറിവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്ലയന്റ് ഈസ് കമ്മിങ് ടു യു, നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അത് എവിടെ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനത്തെ പ്രൊസീജിയറൽ സാധനങ്ങൾ അറിയാന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിന്റെ സംഭവം. അപ്പം നമ്മൾ പൊതുവെ ഒരു സ്ഥലത്ത് ചേർന്ന് കഴിഞ്ഞിട്ട് പഠിക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്താക്കുന്ന വെച്ചാൽ നമ്മൾ ഹയർ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും കമ്പനികൾക്കോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ആർക്കാലും. അപ്പം നമുക്ക് പ്രാക്ടീസിങ് ലോയേഴ്സ് വന്നിട്ട് പ്രൊസീജിയർ പഠിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ജാമ്യം സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സോ അതും നല്ലൊരു കാര്യമാണ്. മൊത്തത്തിൽ ഇതൊക്കെയാണ് ജാമ്യയിൽ നിങ്ങൾക്ക് ചേർന്നിട്ടുള്ള കാര്യങ്ങളും ഉപകാരങ്ങളും അതിന്റെ എക്സ്പോഷറും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് LLB എൻട്രൻസിന്റെ പഠനം എന്നുള്ളത്. നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഉള്ള ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാവുന്നതാണ് LLB എൻട്രൻസ്. പേഴ്സണലി ഞാൻ അക്കാദമിക്സിൽ വളരെ വീക്ക് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ഒരു ഒരു 3 മാസം കിട്ടിയിരുന്നു എനിക്ക് +2 കഴിഞ്ഞിട്ട്. ആ സമയത്ത് വളരെ ഇരുന്ന് ശ്രദ്ധിച്ച് പഠിച്ചു. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല, നിങ്ങൾ കുട്ടികൾ തന്നെയാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു മിനിമം ഒരു 14 മണിക്കൂറൊക്കെ വെച്ച് പഠിച്ചാൽ പിന്നെ കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് ചോദ്യത്തിന്റെ ഡെപ്ത് കൂടിക്കൂടി വരുമല്ലോ. അപ്പം അതുകൊണ്ട് അത്ര സമയമൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ഇരുത്തിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ആഹ് ഞാൻ ഇതിന്റെ സിലബസിന് ഒരു 5 ഏരിയ സിലബസ് വരുന്നത്. ഈ 5 ഏരിയ എന്ന് വെച്ചാൽ ഏകദേശം എല്ലാവർക്കും പറ്റുന്ന ഒരു 5 ഏരിയാസ് ആണ്. മീൻസ് നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രീം എന്ന് വരണമെന്നില്ല. ബേസിക്കലി ലോ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവർക്കാണല്ലോ. അപ്പം തന്നെ നിങ്ങൾ സയൻസിന്റെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെർട്ടൈസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ്, അങ്ങനത്തെ ഒരു 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 ഫിൽട്ടറിങ് നടക്കുന്നില്ല. എല്ലാവർക്കും ഏകദേശം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ഹ്യൂമാനിറ്റീസ് ചെയ്തവർക്ക് കുറച്ചുകൂടെ സുഖമായിരിക്കും, കാരണം അങ്ങനത്തെ സബ്ജക്ട്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ കോമ്പിനേഷൻസിനെ കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ട്. BA, BBA, BCom അത് സംസാരിക്കാം. അതിനു മുമ്പ് ഈ LLB ഈ എൻട്രൻസ് എക്സാമിന്റെ പൊതുവെയുള്ള സിലബസ് ഞാൻ പറയാം. ജാമ്യന്റെ സിലബസ് ആണ് പറയുന്നത്. ഇതന്നെയാണ് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സിലബസ്. ഒന്ന്, നിങ്ങളുടെ ലീഗൽ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ലീഗൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഈ ലോ ഡെവലപ്പ് ചെയ്ത കുറെ ജൂറിസ്പ്രുഡൻഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ലോ എൻട്രൻസ് പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് അവർക്ക് മനസ്സിലാവും. ഇപ്പം ബി റെമഡിയും ദർ ഇസ് എ റൈറ്റ്, ദർ ഇസ് എ ലോ, ദർ ഇസ് അങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻസ് ആയിട്ടുള്ള വേർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലീഗൽ ജൂറിസ്പ്രുഡൻസ് പറയുന്ന ചില സെന്റൻസസ് ആണ്. അപ്പം അതിന്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രൻസ് സെന്ററിലൊക്കെ പഠിക്കാൻ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പഠിക്കാൻ കിട്ടും. അപ്പൊ ആ ഒരു ലാംഗ്വേജ് പ്ലസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബേസിക്കലി സ്പെല്ലിംഗ് കറക്ഷൻ, അതേപോലെ ഈ കുറച്ച് ചെറിയ ചെറിയ ഗ്രാമർ വർക്കുകൾ ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഇഡിയം ഇഡിയം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ലോയില് വരിക. പിന്നെ ഓഫ് കോഴ്സ് കറണ്ട് അഫയേഴ്സ്. ഇത് ഫസ്റ്റിലെ ലീഗൽ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടെ 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സ്
30 ചോദ്യങ്ങൾ. പിന്നെ നമുക്ക് PYQ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജൽ യോജന എന്നാണെങ്കിൽ ഈ അതേപോലെ അടുത്ത വർഷം വരാനുള്ള സ്കീംസ്, ഇങ്ങനെ എല്ലാവരും ആ പാറ്റേൺ കീപ്പ് ചെയ്യും ഏകദേശം ലോലൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ PYQ ഒരു 5 വർഷത്തെ സോൾവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഒരു എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ കിട്ടും. PYQസിന്റെ ലിങ്ക്, PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ലിങ്ക് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതേപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലീഗൽ റീസണിങ്. അതായത് ഒരു ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു അർത്ഥം അഭിരുചി എന്നുള്ള അർത്ഥമാണ്. അതായത് ഓഫ് കോഴ്സ് നിങ്ങൾ ലോ പഠിക്കുക ലോ സ്കൂളിൽ നിന്നാണ്. അപ്പം ലോ നിങ്ങൾ പഠിക്കണമെന്നില്ല, പക്ഷെ ഒരു നിയമത്തിന്റെ കുറച്ചൊരു അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഒരു 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 പുറത്തു കൂടിയുള്ള ഒരു പഠിക്കുക എന്നുള്ള ഒരു സിസ്റ്റം. അതിന് നമ്മുടെ നാട്ടിലൊക്കെ പല പല പുസ്തകങ്ങളുണ്ട്. ഞാൻ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ റെഫർ ചെയ്യാൻ പാടില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയ പുസ്തകം എനിക്ക് യൂസ് ചെയ്ത ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അവർ ഇന്നും പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഒരു നല്ല രൂപത്തിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. റിട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അപ്പൊ അവര് ഈ 5 വിഷയങ്ങളും കവർ ചെയ്തിട്ട് പുസ്തകം ഇറക്കുന്നുണ്ട്. അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പൊ അവര് ലീഗലും കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലീഗല് 40ആണ്. നമ്മൾ 30 മാർക്ക് ഇംഗ്ലീഷിന് കൊടുത്തു, 30 മാർക്ക് കറണ്ട് അഫയേഴ്സിന് കൊടുത്തു, 30 മാർക്ക് 40 മാർക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലീഗൽ റീസണിങ്. ലീഗൽ റീസണിങ് എന്ന് വെച്ചാൽ ഒരാൾ അടിച്ചു, അപ്പുറത്തെ ആള് കണ്ടു, ഇപ്പുറത്തെ ആള് പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ ഉള്ള കുറച്ചൊരു ജുഡീഷ്യൽ മൈൻഡ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു 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 നിങ്ങളെ ഒരു സാധനത്തിനെ നിങ്ങൾ എങ്ങനെ ലീഗലി നോക്കി കാണുന്നു എന്നുള്ള ഒരു ടെസ്റ്റാണ് ലീഗൽ റീസണിങ്ങിൽ ഉണ്ടാവുക. അത് 40 മാർക്ക്, അതാണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ടാവുക. പിന്നെ ജനറൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഈ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലുള്ള ജനറൽ സ്റ്റഡീസ് ആണ്, അത് 40 മാർക്ക്. 10 മാർക്കിന് എലിമെന്ററി ന്യൂമറിക്കൽ എബിലിറ്റി എന്നൊക്കെ വെച്ചാൽ നമ്മള് അതും എല്ലാ എൻട്രൻസ് എക്സാം, നിങ്ങളിപ്പം ഒരു എക്സാമിന് ഇപ്പം കുറെ എക്സാംസിന് അത് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് 5, 10, ഡാഷ് 20, അപ്പൊ ഇതിന്റെ നടുവിൽ എന്താണ് 15. കാരണം എന്താ, 5 ഗ്യാപ്പ് ഇട്ടാണ് വരുന്നത്. ഇതേപോലത്തെ ചെറിയ ചെറിയ ന്യൂമറിക്കൽ സാധനങ്ങൾ, അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരിക. ടോട്ടൽ 150 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ഞാനിപ്പോ മൊത്തം പറഞ്ഞത്. ഇതില് ജാമ്യന്റെ പൊതുവെയുള്ള ഒരു മുസ്ലിം കട്ട് ഓഫ് ഒരു 75ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജാമ്യയിൽ കയറേണ്ടതാണ്. അപ്പം ഒരു കട്ട് ഓഫിന്റെ പാറ്റേണിന്റെയും MSFന് ഒരു ലിങ്ക് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ അവർ ചോദിച്ചാൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അവർ ഷെയർ ചെയ്ത് തരും. ബേസിക്കലി ഇതിന്റെ ഡെപ്തിലേക്ക് ആരെങ്കിലും പോവാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ. നമുക്ക് കോഴിക്കോടും അവിടെ പല സ്ഥലങ്ങളിലായിട്ടും ഒക്കെ സെന്ററുകൾ പഠിപ്പിക്കുന്നതുണ്ട്. ഇപ്പൊ ഓൺലൈൻ കോച്ചിങ് അക്കാദമീസ് ഉണ്ട്. ഇവിടെയൊക്കെ ചേർന്നിട്ടൊന്ന് പഠിക്കുന്നതാവും. കാരണം ഒരു വർഷമൊക്കെ ആയിട്ട് പഠിക്കുന്നവർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം സെന്ററുകളൊക്കെ ആശ്രയിക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളെ വളരെ ശ്രദ്ധിച്ച് ആശ്രയിക്കുക, PYQs അനലൈസ് ചെയ്യുക, സ്വന്തമായിട്ട് ഒരു പ്രിപ്പറേഷൻ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. LLB വക്കീലന്മാരെയൊക്കെ എല്ലാവർക്കും ആവശ്യം ഉള്ള കാലഘട്ടമാണ്. സോ സ്കോപ്പ് കൂടുതലാണ്. ആഹ് നിങ്ങള് 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 5 വർഷം കൊണ്ട്, ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ തൊഴിൽ സാധ്യതയെ കുറിച്ചൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ 5 വർഷം കൊണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു എഫക്റ്റീവ്ലി ഒരാൾക്ക് ഒരു ഓഫീസിന് അല്ലെങ്കിൽ ഒരു ഫേമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്ര ക്വാളിഫൈഡ് ആണെങ്കിൽ 100% നിങ്ങളെ മാർക്കറ്റിന് ആവശ്യമുണ്ട്. അതിൽ ഒരു സംശയമില്ല. LLBന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ ഒരു 10 ഓഫീസിന് ഒരേ സമയത്ത് അയാൾ ആവശ്യമുണ്ട്. പ്രശ്നം പറ്റും എന്താന്ന് വെച്ചാൽ നമ്മൾ അതിൽ പരാജയപ്പെടുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന പ്രശ്നമാണ്. സോ ഒരു ആത്മാർത്ഥത്തോടു കൂടി നിങ്ങളെ ലോന് നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ ഓഫീസുകൾക്കും ജോലിക്കായിട്ടും ആവശ്യമുണ്ട്. 5 വർഷം വളരെ വിശാലമായ ഒരു പീരീഡാണ്. നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫിനും എല്ലാത്തിനും പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പല ഓറിയന്റേഷൻ ക്ലാസ്സിലും നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. ചെറിയ സമയമായതുകൊണ്ട് ഞാനൊരു 15-20 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇതിനെ ഒരു 3 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ട്. ഞാൻ LLMനെ കുറിച്ച് സ്പെസിഫിക്കലി പറയുന്നില്ല. LLMനെ കുറിച്ച് LLMഉം ഇതേപോലെ 3 സബ്ജക്ട്സിലായിട്ടാണ് ഇവിടെ LLM ഉള്ളത്. ഈ LLM ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ജൂറിസ്പ്രുഡൻസ്, ക്രിമിനൽ ലോ, ഫാമിലി ലോ, കോർപ്പറേറ്റ് ലോ. ഒരു ഞാൻ LLMന്റെ എൻട്രൻസ് ആൻഡ് എക്സാമിന്റെ ഒന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. LLMന്റെ ഷെയർ ചെയ്യാം കേട്ടോ. LLMന് ഏകദേശം എല്ലാ കോഴ്സുകൾക്കും ഒരേ ഒരേ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. 3 കോഴ്സ് ഉണ്ടെങ്കിലും ഏത് 3 വിഷയത്തിലാണുള്ളത് ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഗ്രൂപ്പിൽ അറിയിക്കാം. ആഹ് ഏതൊക്കെ 3 കോഴ്സുകളാണ് LLMൽ ഉള്ളത് എന്നുള്ളത്. ലോന്റെ PhD ഉണ്ട്, LLM ഉണ്ട്, അതേപോലെ ഇവിടെ LLB ഉണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി ഈ ലോനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ചെറിയൊരു കാര്യം വിട്ടുപോയത് കോമ്പിനേഷൻസ് ആണ്. കോമ്പിനേഷൻസ് BA LLB എന്ന് വെച്ചാൽ ഇപ്പം BA ഒരു സ്പെസിഫിക് BA എന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ BA ഇപ്പൊ ഒരു പ്ലെയിൻ BA എന്നൊക്കെ പറയും പോലെയാണ്. അതായത് ഇപ്പം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, പിന്നെ കുറച്ച് എക്കണോമിക്സ് ഇതെല്ലാം പഠിപ്പിക്കും.
അപ്പൊ ഇന്ന BA ഇന്ന സബ്ജക്ട്സ് എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സുഖമാണ്, +2 ഹ്യൂമാനിറ്റീസിൽ പഠിപ്പിച്ച സാധനങ്ങൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് ഇവിടെ ഈ സാധനങ്ങളൊന്ന് പഠിപ്പിക്കുക. പക്ഷെ ലോ ഒന്ന് ഫ്ലെക്സ് ചെയ്തിട്ട് ഒന്ന് വിശാലമാക്കിയിട്ടാണ് പഠിപ്പിക്കുക. അപ്പം കുറച്ച് സുഖത്തിൽ പഠിക്കാം BLLB ആവുന്ന സമയത്ത്. പിന്നെ BCom LLB ഉണ്ട്. ആഹ് അതിനൊക്കെ അതൊക്കെ അങ്ങനെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം BCom എന്നുള്ള ഒരു കോമ്പിനേഷൻ ഒരു ബാങ്കിങ് സെക്ടറിൽ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റിൽ ആവശ്യമാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉപകാരപ്പെടാം. പേഴ്സണലി എന്റെ ഒപ്പീനിയൻ ഏറ്റവും സുഖമുള്ള കോഴ്സ് LLBന്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LLB നല്ലോണം പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, ഐ വിൽ കം ടു ക്വസ്റ്റ്യൻസ്. UPSC ആസ്പിറന്റ്. ഓക്കെ, അപ്പം അങ്ങനെ കോമ്പിനേഷൻസ് നോക്കുമ്പോൾ BCom LLB അങ്ങനെ കോർപ്പറേറ്റ് നല്ലതെന്ന് പറയാറുണ്ട്. BBA ഇതേപോലെ മാനേജ്മെന്റ് സെക്ടറിലേക്ക് പോകുന്ന സമയത്ത് BBA നല്ലതാണെന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നിങ്ങൾ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നല്ലത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലോ 5 വർഷത്തെ ഇത് സെൽഫ് ഈസ് ബീങ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പൊ അത് നല്ലോണം പഠിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് ബാക്കിയുള്ള കോഴ്സിനൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടുക എന്നുള്ളതാണ്. അപ്പം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ BLLB ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നോട്ട് സജസ്റ്റിംഗ് ദാറ്റ് BLLB ഇസ് ദ ബെറ്റർ വൺ ഓർ സംതിങ്, ബട്ട് BLLB ഇസ് ഗുഡ്. അത് അതിന്റെ ഒരു ഉപകാരം ഇതാണ്, നിങ്ങൾക്ക് LLBയിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷറും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല രൂപത്തിൽ, നല്ല പോസിറ്റീവായ രൂപത്തിൽ ജാമ്യ പോലത്തെ സ്പേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം ഫോർത്ത് ഇയറിലാകുമ്പോഴത്തേക്ക് എല്ലാവരും എല്ലാം നിർത്തി കംപ്ലീറ്റ്ലി ലോയിലേക്ക് ചുരുങ്ങി. അങ്ങനെ ചെറിയ ഇതിൽ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ മൂട്ടുകളൊക്കെ ജയിച്ച് മൂട്ട് കോർട്ട് പോലത്തെ കോമ്പറ്റീഷൻസിലൊക്കെ ജയിച്ച് വരിക. അങ്ങനത്തെ നമ്മൾ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും അതേപോലെ ഒരു ചുറ്റുപാടും അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അതിന്റെ ഉപകാരങ്ങളും ജാമ്യയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും. സോ ഹിയർ ബൈ വി കൺക്ലൂഡ് ദ ഫസ്റ്റിൽ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ പോലത്തെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾക്കുള്ള ഹാദി ഓക്കെ അല്ലേ? ആ ഹാബി വിളിക്കണം. ആ സഹല, അപ്പോ അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാട്ടോ. ഒരു ഡൗട്ട് ഇതുമായി ഈ ബന്ധപ്പെട്ട്. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സി, ലോ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും നിർബന്ധമില്ല. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ആണോ ലോ ആണോ നല്ലത് എന്നുള്ളത് അത് കുറച്ചും കൂടെ ആൻസർ ചെയ്യാൻ പറ്റുക ഒരു UPSC ആസ്പിറന്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. കാരണം ഇതില് ഞാൻ എന്റെ കുറച്ച് മുന്നത്തെ ഒരു ഐഡിയ അനുസരിച്ച് വെച്ചിട്ട് നമുക്കൊരു ഈ UPSC-യില് നമുക്കൊരു വിഷയം, ഐച്ഛിക വിഷയം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനിയിപ്പോ ലോ അതൊരു ഐച്ഛിക വിഷയമായിട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആ നിലക്ക് ലോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ അതാക്കി എടുക്കാം. ലോന്റെ ഒരു സുഖം അത്ര ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല LLB. പ്രത്യേകിച്ച് 5 ഇയർ കോഴ്സ് അത്ര ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. അപ്പൊ നമുക്ക് കുറെ സമയമുണ്ട്. കുറെ സമയമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ കുട്ടികളൊക്കെ ഇപ്പം ഒരു 10 ഇന്റേൺഷിപ്പ് ഒക്കെ അങ്ങ് ചെയ്യും. 10 ഇന്റേൺഷിപ്പ് എന്നൊക്കെ വെച്ചാൽ ഒരു മാസം 10 ഇന്റേൺഷിപ്പ്, ഒരു വർഷം അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യും. പിന്നെ ഒരു മാൻഡേറ്ററി 6 മന്ത് ഇന്റേൺഷിപ്പും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ആ സമയമൊക്കെ UPSC ആസ്പിറന്റിന് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ക്ലാസ് ടൈമിംഗ് പറഞ്ഞ പോലെ രാവിലെ 9 മണി മുതൽ 1:15 വരെയാണ് ക്ലാസ്. ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഡേന്റെ ഭാഗമാണ് ക്ലാസ് ഉള്ളത്. ബാക്കി സമയം നിങ്ങൾക്ക് ഫ്രീ ആണ്. 1 മണിക്കൂറിന് 4 ക്ലാസ്സുകളാണ് ജാമ്യയിൽ ഉള്ളത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസിന് UPSC ആസ്പിറൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ക്ലാസ്സിലുണ്ട്. അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ലൈബ്രറിയിൽ ഞങ്ങൾക്ക് ഇപ്പം 2 മണി വരെയാണ് ഇപ്പം ജാമ്യന്റെ ലൈബ്രറി ഉള്ളത്. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്നവരുണ്ട്. സോ അവരൊക്കെ പറയുന്നത് ലോ എടുത്തത് 5 വർഷം ഉണ്ട് എന്നത് ഒരു പോസിറ്റീവ് ഘടകമാണ്. ബേസിക്കലി നിങ്ങൾ ഒരു 5 വർഷത്തെ ജാമ്യ പോലത്തെ ക്യാമ്പസിലെ എൻട്രൻസ് എക്സാം ഈ അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തേക്കുള്ള ആക്സസ് ആണ്. എന്താ വെച്ചാൽ ഇപ്പം ക്യാമ്പസിന്റെ സ്പേസ്, ക്യാമ്പസിലെ ലൈബ്രറി, ക്യാമ്പസിലെ അറ്റ്മോസ്ഫിയർ, ക്യാമ്പസിലെ ഹോസ്റ്റല്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് 5 വർഷത്തേക്കുള്ള ഒരു എൻട്രൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ സ്പേസ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പൊ UPSC ഒക്കെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. സോ ഐ തിങ്ക് UPSC ആൻഡ് ലോ ഇസ് എ ഗുഡ് കോമ്പിനേഷൻ. കാരണം നിങ്ങൾക്ക് ഐച്ഛിക വിഷയമായിട്ട് ലോ എടുക്കാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് വിശാലമായിട്ട് അത്ര ഒരു പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോഴും അതിന്റെ ടഫ് ഇല്ലാതെ പഠിക്കാം. ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നവര് നമ്മളെ ക്ലാസ്സിൽ ഇപ്പം പ്രാക്ടീസ് എത്ര പേരുള്ള ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒരു പകുതിയിലധികം ആൾക്കാർ പേരും പ്രാക്ടീസ് ആയിരിക്കില്ല എന്നാണ് അതിന്റെ ഒരു ഉത്തരം. ഐ ഹോപ്പ് സാറ്റിസ്ഫൈ ദ ക്വസ്റ്റ്യൻ. യെസ്. പേഴ്സണലി ആർക്കെങ്കിലും, രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ലോന്റെ വിഷയത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് MSF കോൺടാക്ട് ചെയ്യാം. അവരെന്റെ നമ്പർ തരും.
എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്താലും ഞാൻ എല്ലാവിധ ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും. ഞാൻ നാട്ടില് ഇതേപോലെ ജാമ്യ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഒരു മലയാളി ഗ്രൂപ്പ് നടത്തിയ ഓറിയന്റേഷൻ കേട്ടിട്ടാണ് ജാമ്യനെ കുറിച്ച് അറിഞ്ഞത്. സോ നമ്മളെല്ലാവരും ഇതിനോട് കടപ്പെട്ടവരാണ്. ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ സോ എന്ത് തരത്തിലുള്ള സപ്പോർട്ടിനും പേഴ്സണലി, ഇപ്പം ഗൈഡൻസോ ആണെങ്കിലോ എന്തിനും നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 months കൊണ്ട് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, സി നമ്മള് എന്റെ അഭിപ്രായത്തിൽ 100% പറ്റുന്നുള്ളതാണ്. നമ്മള് 100% കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ലോ കഴിക്കുക, ലോയിൽ ഉറങ്ങുക, ലോ പഠിക്കുക, ഇതാണ് പരിപാടി എന്ന നിലക്ക് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പറ്റും. ആഹ് see, പറ്റുന്ന വെച്ചാൽ 100% പറ്റുന്നുള്ള ഒപ്പീനിയൻ ആണ് എനിക്കുള്ളത്. നിങ്ങൾ ഫസ്റ്റിലെ ഒരു ദിവസം 2 ദിവസം നിങ്ങൾ ഒരു ഒരു 10 മണിക്കൂർ, 12, 13 മണിക്കൂർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ എത്രത്തോളം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറേ സമയം ആവശ്യം. അപ്പം പിന്നെ സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സമയത്തിന്റെ പ്രൊഡക്റ്റീവ്നെസ്സും കൂടും. എന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ ദിവസം നിങ്ങൾ 14 മണിക്കൂർ, 15 മണിക്കൂർ കൊടുക്കുന്ന സമയത്തും ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്ന സമയത്തുള്ള ഒരു വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ ലോയിൽ തന്നെ നിൽക്കുകയാണ്. ഏയ് അപ്പം പിന്നെ നിങ്ങൾ ഒരു നല്ലൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് വളരെ പ്രധാനമാണ്. പിന്നെ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കൺസിസ്റ്റന്റ് ആവുക, റൈറ്റ് ആയിട്ടുള്ള ചോയ്സിലാണ് നമ്മൾ ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മള് നല്ലൊരു ഒരു ഗൈഡ് എന്ന് വെച്ചാൽ പുസ്തകം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ റിട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം പറഞ്ഞു, WRITE. അപ്പം അവരുടെ പുസ്തകം ഉണ്ടായിരുന്നു, STS. അപ്പം അവരുടെ പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ ആ പുസ്തകമാണെങ്കിൽ ആർക്കെങ്കിലും പ്രശ്നമാണെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം അല്ലെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും ഉണ്ട്. അപ്പം ആ, അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, പിന്നെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നു ലോ നമുക്ക് തീരെ അറിയില്ല. കാരണം ഇപ്പം കോൺട്രാക്ടോ ടോട്ടോ ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ എൻട്രൻസിന് നോക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 10 ദിവസം കോൺട്രാക്ട് പഠിക്കാന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കരുത്. സി നമുക്ക് നമുക്ക് അത്ര എക്സ്പേർട്ട് അല്ലാത്ത വിഷയത്തിൽ കുറെ സമയം ചെലവഴിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എല്ലാം പഠിക്കണം. ഇപ്പം നിങ്ങൾ ലോയിൽ നിങ്ങൾ നല്ലോണം പഠിച്ച് 30-ൽ 15 മാർക്ക് എടുത്തു. ജനറൽ നോളജ് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് 5 മാർക്ക് എടുത്തു. സി ബേസിക്കലി നഷ്ടമാണ്. എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആണല്ലോ. ഒരു ക്വസ്റ്റിനും പ്രത്യേക വെയിറ്റേജ് ഇല്ല. അപ്പം നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒരു 2 ദിവസം ഇരുന്നാൽ ഫുള്ള് കിട്ടും. എങ്കിലും മാത്തമാറ്റിക്സ് എന്തായാലും പഠിച്ചിരിക്കണം. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് പഠിക്കാന്നുള്ളൊരു സാധനം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെയ്യണം. യെസ്. പിന്നെ നിങ്ങൾ ലോ ഒരു കുറച്ചുകൂടെ വൈഡ് വെച്ചാൽ നിങ്ങൾ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റേറ്റ് മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവുന്നത്, ഇതൊക്കെ നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജൂറിസ്പ്രുഡൻഷ്യൽ ചർച്ചകളാണ്. അപ്പം നമ്മൾ അങ്ങനെ കുറച്ചും കൂടെ ഒരു ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലോയിൽ നമുക്ക് ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, നമ്മൾ കൺവിൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും ലോ പഠിച്ചുകൊണ്ട് ഉണ്ടാവും. പ്ലസ് നിങ്ങൾ നല്ലൊരു രൂപത്തിൽ ആർട്ടിക്കുലേഷൻ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന വിഷയത്തിൽ ഉണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. സോ യെസ്. വേറെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ?